ആഗോള ഊർജ്ജ വിപണിയുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ലോകത്തെ വീണ്ടും ഒരു വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ ഒരു പുതിയ വഴി തേടി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ബെയ്ജിംഗിൽ എത്തിയിരിക്കുന്നത് ലോകം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും അരഗ്ചിയും തമ്മിൽ മെയ് 6 നടത്തിയ ചർച്ചകൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കലല്ല, മറിച്ച് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനുള്ള ഒരു അവസാനവട്ട നയതന്ത്ര നീക്കം കൂടിയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെക്കുറിച്ചും അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലെത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുവരും വിശദമായ ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ചർച്ചകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മെയ് 14 ചൈന സന്ദർശിക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് നടത്തിയ ചർച്ചകളിൽ പ്രധാനമായും ഉൾപ്പെടുക സമഗ്രമായ ഒരു വ്യാപാര കരാറാണ്. എന്നാൽ ഈ കരാറിന്റെ വിജയം നിലവിൽ പശ്ചിമേഷ്യയിലെ സമാധാനാന്തരീക്ഷത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാന്റെ തുറമുഖങ്ങൾ അടഞ്ഞുകിടക്കുന്നതും അതിനു പകരമായി ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ഉപരോധവുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാതൽ. ലോകത്തിലെ മൊത്തം പെട്രോളിയം കയറ്റുമതിയുടെ 20% കടന്നുപോകുന്ന ഈ ചെറിയ ജലപാത തടയപ്പെടുന്നത് ചൈനയെ പോലുള്ള ഒരു വൻകിട ഇറക്കുമതി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനുമേൽ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം അവസാനിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചത് ഈ ആഴ്ചയാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചെന്നും പ്രധാന സൈനിക നടപടികൾ അവസാനിച്ചെന്നും റൂബിയോ അവകാശപ്പെടുമ്പോഴും സാമ്പത്തികവും നയതന്ത്രപരവുമായ യുദ്ധം ഇന്നും തുടരുകയാണ്. ഇറാന്റെ നടപടികൾ അവരെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുകയാണെന്നും ഇതിന്റെ ദോഷഫലങ്ങൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്നും റൂബിയോ ഓർമ്മിപ്പിക്കുന്നു. ചൈനയുടെ കയറ്റുമതി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് തടസ്സമില്ലാത്ത ഇന്ധന ലഭ്യത അത്യന്താപേക്ഷിതമാണ്. ഹോർമുസ് കടലിടുക്ക് അടയുന്നതിലൂടെ ചൈനയുടെ ഉൽപാദന മേഖലയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി അമേരിക്കയേക്കാൾ വലുതാണെന്ന് റൂബിയോയുടെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര ചർച്ചകൾ ഒരു വലിയ പരീക്ഷണമാണ്. ഒരു വശത്ത് ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവും അടുത്ത പങ്കാളിയുമാണ് ചൈന. മറുവശത്ത് അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് അവരുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അത്യാവശ്യവുമാണ്. ചൈന ഇപ്പോൾ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. ഇറാന്റെ സുഹൃത്തായി തുടരുമ്പോൾ തന്നെ അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ അവർ ടെഹ്റാനെ പ്രേരിപ്പിക്കുന്നു. ഇതിനായി പാകിസ്ഥാനെയും ചൈന സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇറാന്റെ ഇടയിൽ ഒരു പാലമായി വർത്തിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ചൈനയുടെ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാനാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ ഒരു പ്രാദേശിക യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഒരു ആഗോള സാമ്പത്തിക ഭീഷണിയാണ്. സമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുമ്പോൾ അത് ഇന്ധനവില വർധനവിനും അതുവഴി ആഗോള പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ഇറാൻ ഈ വഴി തടയുന്നത് തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായാണ് കാണുന്നത്. എന്നാൽ ഇത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെയും വികസ്വര രാജ്യങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ചൈനയുടെ വിദേശകാര്യമന്ത്രി അരഗ്ചിയോട് വ്യക്തമാക്കിയത് ഇതാണ്: ഇറാൻ ഒറ്റപ്പെടുന്നത് ആഗോള വിപണിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമെന്നും അത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്നുമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ ചൈന ശക്തമായി വിമർശിക്കുമ്പോഴും കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നത് ലോകത്തിന്റെ പൊതു താൽപ്പര്യമാണെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. മെയ് 14 ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഒരു ശുഭവാർത്ത ഉണ്ടാകണമെന്നാണ് ഇരുപക്ഷത്തിന്റെയും ആഗ്രഹം. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ആഗോള വിപണിയിൽ ആത്മവിശ്വാസം തിരിച്ചുവരൂ. ഇറാന്റെ ഭാഗത്തു നിന്ന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകണമെന്ന് ചൈന ആഗ്രഹിക്കുമ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം അമേരിക്ക നീക്കുമെന്നാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളാണ് ഈ കഥയിലെ വില്ലൻ എന്ന തരത്തിലുള്ള റൂബിയോയുടെ പരാമർശങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചൈനയുടെ മധ്യസ്ഥതയിലൂടെ ഇറാൻ അന്തസ്സുള്ള ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിക്കുന്നത്. ഈ സംഘർഷത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ചരിത്രപരമായ ചില വസ്തുതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കടത്ത് പാതയായ ഇവിടെ ഒരു ചെറിയ പ്രകോപനം പോലും ആഗോള എണ്ണവിലയിൽ വലിയ വർധനമുണ്ടാക്കും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 80% എണ്ണ വരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
അമേരിക്കൻ ഉപരോധം മൂലം ഇത് നിലച്ചപ്പോൾ ഇറാൻ നേരിടുന്നത് വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിലാണ് ചൈനയുമായുള്ള ബന്ധം അവർക്ക് പ്രാണവായുവാകുന്നത്. ചൈനയ്ക്ക് ഇറാൻ നൽകുന്ന എണ്ണയ്ക്ക് പകരമായി ഇറാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതിക മേഖലയിലും ചൈന വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഈ ബന്ധം തകരാതിരിക്കാൻ കടലിടുക്ക് തുറന്നു കിട്ടേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. യുദ്ധവും ഉപരോധവും കൊണ്ട് ഒരു രാജ്യത്തെയും കീഴടക്കാൻ കഴിയില്ലെന്ന പാഠമാണ് കഴിഞ്ഞ മാസങ്ങളിലെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ സൈനികമായ ചില നേട്ടങ്ങൾ അമേരിക്ക കൈവരിച്ചിട്ടുണ്ടാകാം. എന്നാൽ സമാധാനം എന്നത് നയതന്ത്ര മേശയിൽ മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിച്ചാൽ അത് ഏഷ്യൻ മേഖലയിലെ സമാധാനത്തിന് പുതിയൊരു നാഴികക്കല്ലാകും. ചൈന ഇതിനെ വലിയൊരു നയതന്ത്ര വിജയമായാണ് കാണുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാക്കാൻ പശ്ചിമേഷ്യയിലെ മധ്യസ്ഥത ചൈനയെ സഹായിച്ചേക്കാം. ട്രംപിന്റെ ബെയ്ജിംഗ് സന്ദർശനം വെറുമൊരു വ്യാപാര ചർച്ചയായിരിക്കില്ല, മറിച്ച് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തീരുമാനങ്ങളുടെ വേദി കൂടിയായിരിക്കും അത്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ രണ്ട് വൻ ശക്തികൾക്കിടയിൽ ഇറാൻ എങ്ങനെ നിലനിൽക്കുമെന്നാണ്. ഉപരോധങ്ങളുടെ ഭാരം ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് വെറുമൊരു കപ്പൽ യാത്രയ്ക്കല്ല, മറിച്ച് തടസ്സപ്പെട്ട അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പുനരുജ്ജീവനത്തിനാണ് വഴി തുറക്കുക. ചൈനയുടെ കൗൺസിലിംഗും പാകിസ്ഥാന്റെ മധ്യസ്ഥതയും അമേരിക്കയുടെ സമ്മർദ്ദവും ഒത്തുചേരുമ്പോൾ സമാധാനത്തിന്റെ ഒരു പുതിയ കിരണമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകത്തെ വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ മെയ് 14 കൂടിക്കാഴ്ചയ്ക്കായി ലോകം കാത്തിരിക്കുമ്പോൾ അതിന് മുന്നോടിയായുള്ള ബെയ്ജിങ്ങിലെ ഇറാൻ ചൈന ചർച്ചകൾ നിർണായകമായ ഒരു ചുവടുവയ്പായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നയതന്ത്രമെന്നാൽ വിട്ടുവീഴ്ചകളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും കലയാണെന്ന് ഈ ചർച്ചകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സമാധാനത്തിലേക്കുള്ള പാതയിൽ കടലിടുക്കുകളിൽ തടസ്സങ്ങളല്ല, മറിച്ച് ലോകത്തെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി മാറണം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആഹ്വാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.